നമസ്കാരം കൂട്ടുകാരെ, PSC ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സിലെ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ടെന്നീസ് പുരുഷ ഡബിൾസിൽ 1-ാം റാങ്ക് നേടുന്ന പ്രായം കൂടിയ താരം രോഹൻ ബൊപ്പണ്ണ. രോഹൻ ബൊപ്പണ്ണയാണ് ടെന്നീസ് പുരുഷ ഡബിൾസിൽ 1-ാം റാങ്ക് നേടുന്ന പ്രായം കൂടിയ താരമായത്. 43-ാം വയസ്സിലാണ് ബൊപ്പണ്ണ ഡബിൾസിൽ 1-ാം റാങ്ക് എന്ന നേട്ടം കൈവരിച്ചത്. ഓസ്ട്രേലിയയുടെ മാത്യു എബ്ഡനുമായി ചേർന്ന് ഈ വർഷത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ ഡബിൾസ് കിരീടവും ബൊപ്പണ്ണ നേടി. ചിത്രകലാ രംഗത്ത് സമഗ്ര സംഭാവന നൽകിയ പ്രതിഭകൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത അംഗീകാരമായ രാജാ രവിവർമ്മ പുരസ്കാരത്തിന് അർഹനായത് സുരേന്ദ്രൻ നായർ. ചിത്രകലാ രംഗത്ത് സമഗ്ര സംഭാവന നൽകിയ പ്രതിഭകൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത അംഗീകാരമായ രാജാ രവിവർമ്മ പുരസ്കാരത്തിന് അർഹനായത് സുരേന്ദ്രൻ നായരാണ്. ഒരു T20 മത്സരത്തിൽ ഏറ്റവും അധികം സിക്സറുകൾ നേടിയതിൻ്റെ റെക്കോർഡ് സ്വന്തമാക്കിയത് കിവീസ് താരമായ ഫിൻ അലൻ. പാകിസ്ഥാനെതിരായ മത്സരത്തിൽ 16 സിക്സറുകളാണ് താരം നേടിയത്. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ എന്ന നേട്ടത്തിൽ അഫ്ഗാനിസ്ഥാൻ താരം ഹസ്രത്തുള്ള സസായിക്കൊപ്പം ഇദ്ദേഹം എത്തി. ഏഴിമല നാവിക അക്കാദമി കമാൻഡന്റായി ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ വിനീത് മക്കാർത്തി. MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഗുരുരത്നം പുരസ്കാരങ്ങൾക്ക് അർഹരായവർ ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായർ, ഡോക്ടർ G അമർകുമാർ. MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഗുരുരത്നം പുരസ്കാരങ്ങൾക്ക് അർഹരായവരാണ് കേരള സർവകലാശാല പ്രൊഫസറായ ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായർ, കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഡീനായ ഡോക്ടർ G അമർകുമാർ. കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ദേശീയ റാങ്കിങ്ങിൽ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം നേടിയ സംസ്ഥാനം കേരളം. കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ദേശീയ റാങ്കിങ്ങിൽ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം നേടിയ സംസ്ഥാനമാണ് കേരളം. ഭാരതരത്ന ബഹുമതി നേടിയ ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായ വ്യക്തി കർപ്പൂരി ഠാക്കൂർ. ഭാരതരത്ന ബഹുമതി നേടിയ ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായ വ്യക്തിയാണ് കർപ്പൂരി ഠാക്കൂർ. 2024 ജനുവരിയിൽ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം അടൽ സേതു. മുംബൈയിലെ അടൽ സേതുവാണ് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം. 21.8 കിലോമീറ്റർ നീളമുള്ള പാലത്തിന്റെ 16.8 കിലോമീറ്റർ കടലിന് മുകളിലൂടെയാണ്. കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയത്തിന്റെ രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം നേടിയ യൂണിവേഴ്സിറ്റി ജെയിൻ യൂണിവേഴ്സിറ്റി. കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയത്തിന്റെ രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം നേടിയ യൂണിവേഴ്സിറ്റിയാണ് ജെയിൻ യൂണിവേഴ്സിറ്റി. 2023 ഏറ്റവും മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടിയത് ലയണൽ മെസ്സി. മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം നേടിയത് ഐറ്റിന ബോൺമാറ്റി. സ്പാനിഷ് താരമായ ഐറ്റിന ബോൺമാറ്റിയാണ് മികച്ച വനിതാ താരം. 2023 ഏറ്റവും മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടിയത് ലയണൽ മെസ്സി. മികച്ച വനിതാ താരമാണ് സ്പാനിഷ് താരമായ ഐറ്റിന ബോൺമാറ്റി. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI പ്രൊഫസർ കൈരളി. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI പ്രൊഫസറാണ് കൈരളി. ഹെപ്പറ്റൈറ്റിസ് A രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിൻ ഹെവി ഷുഗർ. ഹെപ്പറ്റൈറ്റിസ് A രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിനാണ് ഹെവി ഷുഗർ. ചേരിചേര പ്രസ്ഥാനത്തിന്റെ 19ാമത് ഉച്ചകോടിയുടെ വേദി ഉഗാണ്ടയിലെ കമ്പാല. ചേരിചേര പ്രസ്ഥാനത്തിന്റെ 19ാമത് ഉച്ചകോടിയുടെ വേദിയാണ് ഉഗാണ്ടയിലെ കമ്പാല. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കര. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് കൊട്ടാരക്കര. ഓസ്കാർ പുരസ്കാരത്തിന് ഏറ്റവും അധികം നാമനിർദ്ദേശങ്ങൾ ലഭിച്ച സിനിമ ഓപ്പൺഹൈമർ. ഈ ചിത്രത്തിന്റെ സംവിധാനം ക്രിസ്റ്റഫർ നോളനാണ്. 13 നാമനിർദ്ദേശങ്ങളാണ് ഓപ്പൺഹൈമർ നേടിയത്. ഓസ്കാർ പുരസ്കാരത്തിന് ഏറ്റവും അധികം നാമനിർദ്ദേശങ്ങൾ ലഭിച്ച സിനിമയാണ് ഓപ്പൺഹൈമർ.
2023 മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പുരസ്കാരം ലഭിച്ചത് ശുഭ്മാൻ ഗിൽ. ആജീവനാന്ത പുരസ്കാരത്തിന് അർഹരായവരാണ് രവി ശാസ്ത്രിയും ഫാറൂഖ് എഞ്ചിനീയറും. 2023 മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പുരസ്കാരം ലഭിച്ചത് ശുഭ്മാൻ ഗില്ലിനാണ്. ആജീവനാന്ത പുരസ്കാരത്തിന് അർഹരായവർ രവി ശാസ്ത്രിയും ഫാറൂഖ് എഞ്ചിനീയറും. കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയത് മധ്യപ്രദേശ് സ്വദേശിനിയായ പ്രീതി രജക്. കരസേനയിലെ ആദ്യ വനിതാ സുബേദാറാണ് പ്രീതി രജക്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ചെയർപേഴ്സണായി നിയമിതനായത് അനിൽകുമാർ ലഹോട്ടി. ട്രായുടെ ചെയർപേഴ്സണായി നിയമിതനായത് അനിൽകുമാർ ലഹോട്ടി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലിയിലെ ഓഗോസ് ദെൽ സലാദോ കീഴടക്കിയ മലയാളി ഷെയ്ഖ് ഹസൻ ഖാൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമാണ് ചിലിയിലെ ഓഗോസ് ദെൽ സലാദോ. ഈ പർവ്വതം കീഴടക്കിയ മലയാളിയാണ് ഷെയ്ഖ് ഹസൻ ഖാൻ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ മികച്ച 2020 താരത്തിനുള്ള പുരസ്കാരം നേടിയത് സൂര്യകുമാർ യാദവ്. തുടർച്ചയായി 2ാം തവണയാണ് സൂര്യകുമാർ യാദവ് ഈ പുരസ്കാരം നേടുന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ മികച്ച 2020 താരത്തിനുള്ള പുരസ്കാരം നേടിയത് സൂര്യകുമാർ യാദവ്. മികച്ച ഏകദിന താരമായി തിരഞ്ഞെടുത്തത് വിരാട് കോഹ്ലിയാണ്. മികച്ച താരത്തിനുള്ള ഗാരി സോബേഴ്സ് പുരസ്കാരത്തിന് അർഹനായത് പാറ്റ് കമ്മിൻസ്. ഓസ്ട്രേലിയൻ ക്യാപ്റ്റനായ പാറ്റ് കമ്മിൻസ് ആണ് മികച്ച താരത്തിനുള്ള ഗാരി സോബേഴ്സ് പുരസ്കാരത്തിന് അർഹനായത്. മികച്ച ടെസ്റ്റ് താരം ഓസ്ട്രേലിയൻ താരമായ ഉസ്മാൻ ഖോജ. മികച്ച ഏകദിന താരം വിരാട് കോഹ്ലി. മികച്ച ടെസ്റ്റ് താരം ഉസ്മാൻ ഖോജ. നാടൻ കലാ ഗവേഷണ പാഠശാലയുടെ സംസ്ഥാന സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ. കലാശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് സജി മാടപ്പാട്ട്. നാടൻ കലാ ഗവേഷണ പാഠശാലയുടെ സംസ്ഥാന സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരനാണ് സുഭാഷ് ചന്ദ്രൻ. കലാശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് സജി മാടപ്പാട്ട്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ കിരീടം നേടിയത് ഇറ്റാലിയൻ താരമായ ജാനിക് സിന്നർ. വനിതാ കിരീടം നേടിയത് ബെലാറസ് താരമായ അരിയാന സബലേങ്ക. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ഫൈവ്സ് പുരുഷ ലോകകപ്പ് കിരീടം നേടിയത് നെതർലാൻഡ്. ഫൈനലിൽ മലേഷ്യയാണ് തോൽപ്പിച്ചത്. ടൂർണമെന്റിൽ ഇന്ത്യ 5ാം സ്ഥാനമാണ് നേടിയത്. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ഫൈവ്സ് പുരുഷ ലോകകപ്പ് കിരീടം നേടിയത് നെതർലാൻഡ്. മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം നേടിയത് ദിസ് മൊമെന്റ്. മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം നേടിയത് ദിസ് മൊമെന്റ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഒലെഗ് കൊനോനെങ്കോ. 878 ദിവസവും 11 മണിക്കൂറും 29 മിനിറ്റ് 48 സെക്കൻഡുമാണ് ബഹിരാകാശത്ത് ആകെ ഇദ്ദേഹം ചെലവഴിച്ചത്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഒലെഗ് കൊനോനെങ്കോ. സാഫ് അണ്ടർ-19 വനിതാ ഫുട്ബോളിൽ ഇന്ത്യയും ബംഗ്ലാദേശും സംയുക്ത ജേതാക്കളായി. സാഫ് അണ്ടർ-19 വനിതാ ഫുട്ബോൾ ജേതാക്കളാണ് ഇന്ത്യയും ബംഗ്ലാദേശും. ഗാന്ധി ദർശൻ പുരസ്കാരം നേടിയത് മുൻ മന്ത്രിയായ CV പത്മരാജൻ. ഗാന്ധി ദർശൻ പുരസ്കാരം നേടിയത് CV പത്മരാജൻ. LIC മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെന്റ് CEO ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് രവികുമാർ ചായെ. LIC മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെന്റ് CEO ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് രവികുമാർ ചായെ. മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള 2023 ലോക്മത് പുരസ്കാരം നേടിയ മലയാളി ജോൺ ബ്രിട്ടാസ്. മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള 2023 ലോക്മത് പുരസ്കാരം നേടിയ മലയാളിയാണ് ജോൺ ബ്രിട്ടാസ്. വിനോദസഞ്ചാര മേഖലയിലെ രാജ്യാന്തര പ്രസിദ്ധീകരണമായ ലോൺലി പ്ലാനറ്റ് സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകൾ ഒന്നായി തിരഞ്ഞെടുത്തത് വർക്കല പാപനാശം ബീച്ചിനെയാണ്. വിനോദസഞ്ചാര മേഖലയിലെ രാജ്യാന്തര പ്രസിദ്ധീകരണമാണ് ലോൺലി പ്ലാനറ്റ്. സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകൾ ഒന്നായി ഇത് തിരഞ്ഞെടുത്തത് വർക്കല പാപനാശം ബീച്ചിനെയാണ്. ചന്ദ്രൻ ലാൻഡിംഗ് നടത്തുന്ന 5ാമത്തെ രാജ്യം ജപ്പാൻ. ജപ്പാന്റെ സ്ലിം മ്യൂൺ സ്നൈപ്പർ എന്ന പേടകമാണ് ചന്ദ്രനിൽ ഇറങ്ങിയത്.
ചന്ദ്രൻ ലാൻഡിംഗ് നടത്തുന്ന 5ാമത്തെ രാജ്യമാണ് ജപ്പാൻ. കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹനായത് വായിൽ അൽ ദഗ്ദൂദ്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനായി തുടർച്ചയായി 3ാം തവണയും ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് തിരഞ്ഞെടുത്തത് ജയ്ഷയാണ്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനായി തുടർച്ചയായി 3ാം തവണയും ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് തിരഞ്ഞെടുത്തത് ജയ്ഷയാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ 1ാം റാങ്ക് നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ജസ്പ്രീത് ബുംറ. ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റുകളിലും ബൗളിംഗ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നേടുന്ന ആദ്യ താരമാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ 1ാം റാങ്ക് നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് ജസ്പ്രീത് ബുംറ. അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഓസ്ട്രേലിയ. ഫൈനലിൽ ഇന്ത്യയാണ് പരാജയപ്പെടുത്തിയത്. അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഓസ്ട്രേലിയ. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്ക് ഡെൻമാർക്കിലെ ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ബീച്ച് കാപ്പാട് ബീച്ച്. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്ക് ഡെൻമാർക്കിലെ ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ബീച്ചാണ് കാപ്പാട് ബീച്ച്. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിന്റെ കമ്പനി ന്യൂറോലിങ്ക്. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിന്റെ കമ്പനിയാണ് ന്യൂറോലിങ്ക്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരം ഡൽഹി. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരമാണ് ഡൽഹി. സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹം പേസ്. പേസ് സ്റ്റാൻഡ്സ് ഫോർ പ്ലാങ്ക്ടൺ എയറോസോൾ ക്ലൗഡ് ഓഷ്യൻ എക്കോസിസ്റ്റം. സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേസ്. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പുരസ്കാരം ലഭിച്ച സംസ്ഥാനം കേരളം. സ്വകാര്യ മേഖലയിൽ ദേശീയ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ ഏകോപിപ്പിച്ചതിനാണ് കേരളത്തിന് ഈ പുരസ്കാരം ലഭിച്ചത്. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പുരസ്കാരം ലഭിച്ചത് കേരളത്തിനാണ്. ഫിഡെ ചെസ് റാങ്കിങ്ങിലെത്തിയ ആദ്യ മലയാളി SL നാരായൺ. ഫിഡെ ചെസ് റാങ്കിങ്ങിലെത്തിയ ആദ്യ മലയാളിയാണ് SL നാരായൺ. രാജ്യത്ത് പൊതു സിവിൽ കോഡ് ബിൽ പാസാക്കുന്ന ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. രാജ്യത്ത് പൊതു സിവിൽ കോഡ് ബിൽ പാസാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഇനി 2024 പത്മ പുരസ്കാരങ്ങൾ നോക്കാം. 132 പത്മ അവാർഡുകളാണ് പ്രഖ്യാപിച്ചത്. 5 പേർക്ക് പത്മവിഭൂഷൺ, 17 പേർക്ക് പത്മഭൂഷൺ, 110 പേർക്ക് പത്മശ്രീ എന്നിങ്ങനെയാണ് ലഭിച്ചിട്ടുള്ളത്. റിട്ടയർഡ് ജസ്റ്റിസ് ഫാത്തിമ ബീവി, O രാജഗോപാൽ എന്നീ മലയാളികൾക്കാണ് പത്മഭൂഷൺ ലഭിച്ചത്. ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് മരണാനന്തര ബഹുമതിയായാണ് പത്മഭൂഷൺ നൽകിയത്. പത്മശ്രീ ലഭിച്ച മലയാളികളാണ് ചിത്രൻ നമ്പൂതിരിപ്പാട്, മുനി നാരായണ പ്രസാദ്, EP നാരായൺ, അശ്വതി തിരുനാൾ, ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടി, സദനം ബാലകൃഷ്ണൻ, സത്യനാരായണ ബലേരി. പത്മശ്രീ ലഭിച്ച മലയാളികൾ ചിത്രൻ നമ്പൂതിരിപ്പാട്, മുനി നാരായണ പ്രസാദ്, EP നാരായൺ, അശ്വതി തിരുനാൾ, ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടി, സദനം ബാലകൃഷ്ണൻ, സത്യനാരായണ ബലേരി. 75ാമത് Emmy പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച കോമഡി പരമ്പര ദി ബെയർ, മികച്ച ഡ്രാമ പരമ്പര സക്സെഷൻ, മികച്ച ആന്തോളജി പരമ്പര ബീഫ്. മികച്ച നടൻ കോമഡി വിഭാഗത്തിൽ ജെറമി അലൻ വൈറ്റ്. മികച്ച നടി കോമഡി വിഭാഗത്തിൽ ക്വിൻറ്റ ബ്രൻസൺ. മികച്ച നടൻ ഡ്രാമ വിഭാഗത്തിൽ കെയ്റൻ കൾക്കിൻ. മികച്ച നടി ഡ്രാമ വിഭാഗത്തിൽ സാറ സ്നൂക്ക്. 75ാമത് Emmy പുരസ്കാരങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം. മികച്ച കോമഡി പരമ്പര ദി ബെയർ, മികച്ച ഡ്രാമ പരമ്പര സക്സെഷൻ, മികച്ച ആന്തോളജി പരമ്പര ബീഫ്, മികച്ച നടൻ കോമഡി വിഭാഗത്തിൽ ജെറമി അലൻ വൈറ്റ്, മികച്ച നടി കോമഡി വിഭാഗത്തിൽ ക്വിൻറ്റ ബ്രൻസൺ, മികച്ച നടൻ ഡ്രാമ വിഭാഗത്തിൽ കെയ്റൻ കൾക്കിൻ, മികച്ച നടി ഡ്രാമ വിഭാഗത്തിൽ സാറ സ്നൂക്ക്.
നമുക്ക് ഫെബ്രുവരി മാസത്തിൽ അന്തരിച്ച ഫേമസ് ആയിട്ടുള്ള വ്യക്തികളെ നോക്കാം. നമീബിയൻ പ്രസിഡന്റാണ് ഹാഗെ ഗെയ്ഗോബ്. ഫെബ്രുവരി മാസത്തിൽ അന്തരിച്ച നമീബിയൻ പ്രസിഡന്റാണ് ഹാഗെ ഗെയ്ഗോബ്. കവിയും നിരൂപകനുമായ എൻ കെ ദേശം അന്തരിച്ചു. എൻ കെ ദേശത്തിൻ്റെ യഥാർത്ഥ പേര് എൻ കുട്ടിക്കൃഷ്ണപിള്ള. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ദത്താജി റാവു ഗേക്വാദും അന്തരിച്ചു. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത സംഗീത സംവിധായകനാണ് KG ജോയി. പ്രശസ്ത എഴുത്തുകാരി KB ശ്രീദേവി അന്തരിച്ചു. കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാര ജേതാവാണ്. സ്വാതന്ത്ര്യ സമര സേനാനി KK ഉണ്ണീരി അന്തരിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനിയായ KK ഉണ്ണീരി അന്തരിച്ചു. ഇളയരാജയുടെ മകളും ഗായികയുമായ ഭവതാരിണി അന്തരിച്ചു. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് PSC ബുള്ളറ്റ് നൽകിയിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.